നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ പറഞ്ഞതുപോലെ നിനക്ക് പിടിക്കുന്ന, നിന്നെ മനസ്സിലാക്കുന്ന ഒരു പെണ്ണിനെ ഒട്ടും വൈകാതെ നീ തന്നെ കണ്ടുപിടിക്കണം. എന്നാ പിന്നെ വൈകണ്ട, തിരക്കി തുടങ്ങിക്കോ. ഓ എന്റെ പൊന്നു മുത്തശ്ശി, ഇതായിരിക്കണം മുത്തശ്ശി എന്ന് പറഞ്ഞ. അച്ഛനും അമ്മയും ഉണ്ടാക്കിയ ടെൻഷൻ മൊത്തത്തിലങ്ങ് പോയി. ഇനി ഞാൻ ഇറങ്ങി ഒന്ന് തപ്പിയിട്ട് വരാം. മുത്തശ്ശി, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ, പ്രിയേ, പ്രിയേ, എന്താ നിനക്ക് ചായ വേണ്ടേ? എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട, ചേച്ചി പോയെ. നിനക്കുള്ള ഭക്ഷണം ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി പോവാ. ചേച്ചി പോയിക്കോ, ഞാൻ എടുത്ത് കഴിച്ചോളാം. പ്രിയേ, പ്രിയേ, എന്താ? ആരാകത്ത്? അത് ആര്? നീ തുറക്ക. മാറി മാറി നിക്കാൻ. ചേച്ചി, പ്രിയ വിട്, വിട്. പ്രിയ കട്ടിലിനടിയിലാരാ? വെറുതെ എന്നെ സംശയിച്ചിട്ടുണ്ടല്ലോ. പോവാൻ പറഞ്ഞ അത് കേട്ടാ മതി. അങ്ങനെ ഇപ്പൊ ഞാൻ പോകുന്നില്ല. ആരുടെ ഇത്? ഇറങ്ങി വരാൻ പറയേ. ചേച്ചി, ഇതിനൊക്കെ നിനക്ക് എവിടുന്ന പെണ്ണ ധൈര്യം കിട്ടിയത്? ചേച്ചി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആദ്യം ഇവനോട് പുറത്തിറങ്ങാൻ പറ, ഇല്ലെങ്കിൽ ഞാൻ ബഹളം വെക്കും. അയ്യോ ചേച്ചി, ഇതാരാന്ന് വെച്ചിട്ടാ? ശരത്ത് വഴിയാ ഞാൻ ഓഡിഷന് പോകുന്നതും സിനിമയിൽ ട്രൈ ചെയ്യുന്നതും ഒക്കെ. അതിന് അച്ഛനും അമ്മയും മുത്തശ്ശിക്കൊള്ള ഈ വീട്ടില്, അത് നിന്റെ മുറിയില്. ഞങ്ങള് ചുമ്മാ ഇവിടെ നിന്ന് സംസാരിക്കായിരുന്നു. ചേച്ചി വന്നപ്പോ പേടിച്ചിട്ടാ ഞാൻ ശരത്തിനോട് കട്ടിലിനടിയിൽ ഒളിക്കാൻ പറഞ്ഞേ. ഇറങ്ങി പോവിളിയില് പോവാൻ. ചേച്ചി സുന്ദരിയാണെന്ന് പ്രിയങ്ക പറഞ്ഞിരുന്നു. പക്ഷേ ഇത്രയും സുന്ദരിയായിരിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും നമ്മൾ തമ്മിൽ ആദ്യം കാണുന്നല്ലേ. എനിക്ക് ആ ചായ എടുത്ത് തന്നിരുന്നെങ്കിൽ കുടിക്കായിരുന്നു. പ്ലീസ്, ഈ ചായ തന്നാ ഞാനങ്ങ് പോയേക്കാം. എന്താ അവിടെ? അത് എന്റെ പൗഡർ ടിന്ന് വീണതാ മുത്തശ്ശി. പ്രിയ ഇവനോട് ഇറങ്ങി പോവാൻ പറ. ശരത്തെ, നീ വെളിയിൽ വെയിറ്റ് ചെയ്യ്, ഞാൻ വന്നോളാം. പോ. ഇന്ന് ചായ മിസ്സായി, നമുക്ക് പിന്നെ കുടിക്കാം. ഒന്ന് പെട്ടെന്ന് പോ. ചേച്ചി, ഇങ്ങനൊരു വഷളിനെയാണോ നീ ചങ്ങാതിയായിട്ട് കൊണ്ടു നടക്കുന്നത്? പിന്നെ ഞാനിപ്പോ എന്ത് വേണം? ശരത്തിനെ കണ്ട മിണ്ടാതിരിക്കണോ? അതോടെ എന്റെ ഭാവി തീർന്നു കിട്ടുമല്ലോ. അല്ലെങ്കിലും ഞാൻ നല്ല നിലയിലാവുന്നതില് അത്രയ്ക്കൊന്നും താല്പര്യം കാണില്ല ചേച്ചിക്ക്. നീ എന്താ അങ്ങനെ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? അസൂയ ഉണ്ടാവും. ഒരു കാര്യം ഞാൻ പറയാം, എന്നെ ഒരുപാട് ഉപദേശിക്കാനൊന്നും വരണ്ട. അതിന് അർഹതയുള്ളവര് അത് ചെയ്തോളും. ചേച്ചി പോവാൻ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.